ഹായ്. നമ്മള് ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ ആൻഡ് പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ എസ്ബിഐ ക്ലർക്കിന്റെ എക്സാമിൽ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് 3 ഇയേഴ്സിൽ നമ്മുടെ എസ് ബി ഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എസ് ബി ഐയുടെ ക്ലർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ റേഷ്യോ പ്രൊപ്പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മിക്സ്ചറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് നമുക്ക് ഇങ്ങനെ പറയാം ദാറ്റ് മോർ ദാൻ 80% ഓഫ് ദ ക്വസ്റ്റ്യൻസും ബേസ്ഡ് ഓൺ മിക്സ്ചേഴ്സ് തന്നെയാണ് എസ് ബി ഐയുടെ ക്ലർക്കിന്റെ എക്സാംസിലേക്ക് വരുമ്പോൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ചറിന്റെ അലോയി അങ്ങനെയൊക്കെ പറഞ്ഞ് തരുന്ന മിൽക്ക് ആൻഡ് വാട്ടർ അങ്ങനെയൊക്കെ തരുന്ന ക്വസ്റ്റ്യൻസ് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വരുന്ന എക്സാംസിലും മോസ്റ്റ്ലി നമുക്ക് അതേ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം വേറെ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കോയിൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്, വളരെ ലോജിക്കലി ചുമ്മാ ചോദിക്കുന്ന നമ്മുടെ ഈ പഠിക്കുന്ന റേഷ്യോന്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ക്വസ്റ്റൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് പിന്നുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് തന്നെ പോകാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻ എ മിക്സ്ചർ ഓഫ് 80 ലിറ്റേഴ്സ് മിൽക്ക് ആൻഡ് വാട്ടർ വെയർ ഇൻ ദ റേഷ്യോ 2:3. If 25% of the mixture is replaced with the same amount of milk, then what is the amount of milk in the final mixture എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് ആദ്യമേ നമ്മുടെ ഒരു ക്വാണ്ടിറ്റിയിൽ 8 ലിറ്റർ മിൽക്കാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ആദ്യമുള്ള മിക്സ്ചറിൽ 8 ലിറ്റർ മിക്സ്ചറാണുള്ളത്, മിൽക്കും വാട്ടറും കൂടിയുള്ള മിക്സ്ചറാണുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മിൽക്കും വാട്ടറിന്റെ റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലൈക്ക് സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 25% ഓഫ് ദ മിക്സ്ചർ റീപ്ലേസ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 80 ലിറ്റർ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 25% ഓഫ് ദ മിക്സ്ചർ റീപ്ലേസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് 25% അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1/4 മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എത്ര ആയിരിക്കും? 75% ആയിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ 3/4 മാത്രമല്ലേ പിന്നെ ബാക്കി കാണത്തുള്ളൂ. അങ്ങനെ ഈ 80 ലിറ്ററിന്റെ 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി ശരിക്കും എത്ര ലിറ്ററേ ഉള്ളൂ? 60 ലിറ്ററേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 80 എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 60 ലിറ്റർ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്ക് ഈ 60 ലിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു മിക്സ്ചർ, ഈ മിക്സ്ചറിലുള്ള മിൽക്കും വാട്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2:3 ആണ്. അപ്പൊ ആദ്യമേ 80 ലിറ്ററിലല്ലേ 2:3 ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പം നമ്മളിപ്പോൾ 60ൽ 2:3 എടുത്താൽ ശരിയാകുമോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് മിൽക്കും വാട്ടറും എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജിനസ് മിക്സ്ചർ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇപ്പം ഈ പറഞ്ഞ 25% മാറ്റിയാലും 20 ലിറ്റർ മാറ്റിയാലും നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂണോ ഒരു ഗ്ലാസ്സോ ഒരു കപ്പിലൊക്കെ മാറ്റിക്കഴിഞ്ഞാലും എങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്താലും നമ്മളുടെ മിൽക്കും വാട്ടറിന്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അതിപ്പോൾ ഞാൻ എടുക്കുന്നതിലും 2:3 റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അവിടെ ബാക്കി ഉള്ളതിലും എന്ത് തന്നെ ആയിരിക്കും? 2:3 റേഷ്യോയിൽ തന്നെ ആയിരിക്കും. ബിക്കോസ് മിൽക്കും വാട്ടർ എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് മിക്സ്ചർ കൂടിയാണ്. സോ ഒരിക്കലും ആ റേഷ്യോയിൽ നമുക്കൊരു വ്യത്യാസം വരത്തില്ല. അത് നമ്മൾ എങ്ങനെ എടുത്താലും എടുക്കുന്ന ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും അതിലെല്ലാം തന്നെ എടുക്കുന്നതിലും ബാക്കിയുള്ളതിലും ഒക്കെ തന്നെ നമ്മുടെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 2:3 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓർഡർ മിൽക്ക് ആൻഡ് വാട്ടർ എന്നാണ്. സോ നമ്മുടെ ഇത് മിൽക്കും അതുപോലെ ഇത് വാട്ടറും നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2:3 റേഷ്യോയിൽ 60 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ക്വാണ്ടിറ്റി ശരിക്കും എത്ര ഉണ്ടായിരിക്കും? 2+3 എന്ന് പറയുന്ന 5 അല്ലേ? ആൻഡ് നമ്മൾ 60 എന്ന് പറഞ്ഞാൽ 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് വരും. അങ്ങനെ ശരിക്കും നമ്മുടെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 × 12 നമ്മുടെ 3 × 12 നമ്മുടെ 5 × 12 ആണ് 60. അങ്ങനെയാണെങ്കിൽ 2 × 12 24 ലിറ്റർ മിൽക്ക് ആയിരിക്കും. അതേപോലെ 3 × 12 36 ലിറ്റർ വാട്ടർ ആയിരിക്കും. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദെൻ വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ദി ഫൈനൽ മിക്സ്ചർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തതിന് ശേഷം 25% ഓഫ് മിക്സ്ചർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് സെയിം എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നുണ്ട്. മിക്സ്ചറിനെ റീപ്ലേസ് ചെയ്തു, നമ്മളത് ചെയ്തു. ഇവിടുന്ന് 80 ലിറ്റർ ഉണ്ടായിരുന്നത് 25% ഓഫ് 80 ലിറ്റർ എന്ന് പറഞ്ഞാൽ 20 ലിറ്റേഴ്സാണ്. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് 60 ലിറ്ററിന് എടുത്തു. ഇനി ആ 60 ലിറ്റർ എടുത്തതിന് ശേഷം അപ്പോൾ 20 ലിറ്റർ മിക്സ്ചറെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം ആഡ് ചെയ്യുന്ന എന്താ? വിത്ത് സെയിം എമൗണ്ട് ഓഫ് വാട്ടർ. അപ്പോൾ സെയിം എമൗണ്ട് ഓഫ് മിൽക്ക് ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സെയിം എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്ത 20 ലിറ്റർ തന്നെ നമ്മളിവിടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 80 നിന്ന് 60 എന്ന് പറയുമ്പോൾ 20 ലിറ്റർ റീപ്ലേസ് ചെയ്ത് അപ്പോൾ ആ 20 ലിറ്റർ നമ്മൾ മിൽക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? 44 ലിറ്റർ ആയിരിക്കത്തില്ലേ? ക്വസ്റ്റ്യൻ അവസാനം ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ
എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ദി ഫൈനൽ മിക്സ്ചർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണ് ഈ എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 44 ലിറ്റർ ആയിരിക്കും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ 44 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് അത് മൈൻഡിൽ എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ സ്റ്റെപ്പ് എഴുതി ചെയ്തേക്കുന്നെങ്കിലും അവിടെ വലിയ സ്റ്റെപ്സ് ഒന്നും എഴുതിയിട്ടില്ല, ചെറിയ 1-2 സ്റ്റെപ്സ് എഴുതിയിട്ടുള്ളൂ. സോ നമുക്ക് അത്യാവശ്യം മൈൻഡിൽ തന്നെ എടുക്കാൻ പറ്റും. ഈ റേഷ്യോസും ഈസി ആയിട്ടുള്ള റേഷ്യോസ് ആണ് നമുക്ക് തന്നിരുന്നത്. ക്ലർക്കിൽ യൂഷ്വലി എല്ലാം സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോസ് തന്നെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ആൻസർ 44 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ വരും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അലോയ് കണ്ടെയ്ൻസ് സിൽവർ, അലുമിനിയം ആൻഡ് copper in ratio 5:4:7. The quantity of copper in kg that must be added to 320 kg of mixture to have the alloy that contains silver, aluminum, copper in the ratio 5:4:8. അപ്പോൾ 5:4:7 ആയിരുന്നു, 5:4:8 ആണ് ആകുന്നത്. അപ്പോൾ ഇവിടെ റേഷ്യോ ചേഞ്ച് ആവുന്ന എവിടെ മാത്രമാണ്? ഈ 7 ഇവിടെ 8 ആയിട്ടുണ്ട്. ആൻഡ് ഈ പറയുന്ന ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് ഇവിടെ എന്താ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ ആണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ കോപ്പർ അല്ല മൂന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ക്ലിയർലി കാണാം ബാക്കി രണ്ടും ഒന്നും ആഡ് ചെയ്യുന്നില്ല, ബാക്കി രണ്ടിന്റെ റേഷ്യോയും മാറിയിട്ടില്ല. എന്ത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ? കോപ്പർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കോപ്പറുടെ റേഷ്യോ മാത്രമേ മാറിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 7-ൽ നിന്ന് 8 ആയെങ്കിൽ ആ കൂടിയ 1 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതൊന്നും കണ്ടുപിടിക്കാം. നമുക്ക് സിൽവർ ഉണ്ട്, അലുമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്. ആദ്യത്തെ ഇനീഷ്യൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4:7 ആണ്. അത് ചേഞ്ച് ആയിട്ടാണ് 5:4:8 ആകുന്നത്. നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എത്ര കോപ്പറാണ് ആഡ് ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. കോപ്പറാണ് നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറിൽ വന്നേക്കുന്ന ഇൻക്രീസ് കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 7 ഉണ്ടായിരുന്നത് 8 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദ ഇൻക്രീസ് അല്ലെങ്കിൽ ആഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? +1 ആണ് നമുക്കിവിടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി കമ്പയർ ചെയ്ത് ആൻസർ ഇനി എടുക്കാം. ആദ്യം എത്ര ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഉണ്ടായിരുന്ന എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ 7 + 4 11, 11 + 5 16 എന്ന് വരും. ആ 16 അല്ല അവർ എത്രയും തന്നേക്കുന്നത്. ആദ്യം ഇനിഷ്യലി ഉണ്ടായിരുന്ന 320 kg എന്ന് പറഞ്ഞേക്കുന്നത് 320 kg. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 16 × 2 ആണ് 32. പിന്നെ അതുകൂടാതെ ഒരു 0 കൂടി ഉണ്ടായതുകൊണ്ട് ×20 എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ 1 എത്രയെന്ന് ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ആ 1 എന്ന് പറയുന്നത് ഇൻറ്റു അതേ 20 ചെയ്താൽ പോരെ. അപ്പോൾ 1 × 20 നമുക്ക് എന്ത് തന്നെ വരും? 20 എന്ന് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആഡ് ചെയ്തേക്കുന്ന കോപ്പർ അല്ലെങ്കിൽ ആ ഇൻക്രീസ് ആയിരിക്കുന്ന കോപ്പറിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 20 kg ആണ്. നോക്കി നമുക്ക് അത്യാവശ്യം അതും അവിടെ നിന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു കമ്പാരിസൺ ഒന്ന് അവിടെ വെച്ച് തന്നെ അങ്ങ് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് 5 + 4 + 7 16 ആണ് 320. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 16ന്റെ ഡബിൾ ആണ് 32. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന 7-ൽ നിന്ന് 8 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കൂടിയിട്ടുണ്ട്. 1ന്റെ ഡബിൾ എത്ര? 2. പിന്നെ എല്ലാ സ്ഥലത്തും 0 കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ 2ന് പകരം 20 kg എന്ന് നമുക്ക് ആൻസർ വരും. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ വന്നാൽ എക്സും വൈയും സെഡ് ഒക്കെ ഇട്ടും അല്ലെങ്കിൽ വലിയ വലിയ ഇക്വേഷൻ എന്താ പറയുക നമുക്ക് ആ 2 റേഷ്യോയിൽ എക്സ് അതേപോലെ വൈ എന്നൊക്കെ കൊടുത്ത് അതിനെ ലെന്തി ആക്കി ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റൻ, റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഓഫ് 48 liters ഈസ് 3:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 liters of the mixture is taken out from the mixture and then 20 liters of water is added. ഫൈൻഡ് ദി ഫൈനൽ ഡിഫറൻസ് ബിറ്റ്വീൻ മിൽക്ക് ആൻഡ് വാട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് അതൊന്ന് ഹാൻഡിൽ ചെയ്യാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്തു. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 48 ലിറ്റർ ഉണ്ടായിരുന്നു. ഈ 48 ലിറ്ററിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? മിൽക്കും വാട്ടറുമാണ് ഉള്ളത്. അപ്പോൾ മിൽക്കും വാട്ടറും അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ നമ്മൾ എടുക്കാം. ശ്രദ്ധിച്ചോണം, ക്വസ്റ്റിനിൽ എപ്പോഴെങ്കിലും ഇത് തിരിച്ച് പറയുന്നുണ്ടോ എന്നുള്ളത്. മിൽക്കും വാട്ടർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ചിലപ്പോൾ വാട്ടർ ആൻഡ് മിൽക്ക് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസിൽ പലർക്കും നല്ലപോലെ ചെയ്യാൻ അറിയാവുന്നവർക്ക് പോലും മിസ്റ്റേക്ക് പറ്റാറുണ്ട് അറിയാതെ. എനിക്കിപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അങ്ങനെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3:1 റേഷ്യോ. നമുക്ക് 3 + 1 എത്ര? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 × 3 ഓക്കെ 3:1. നമുക്ക് ഈ 4 × എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു 48 വരുന്നത്? 3:1 എന്ന് പറയുമ്പോൾ 3 + 1 4 ആണ്. ആൻഡ് നമുക്ക് ഈ 3 + 1 4 ആൻഡ് ആ 4 × എന്ത് ചെയ്യുമ്പോഴാണ് 48 വരുന്നത്? 4 × 12 ചെയ്യുമ്പോഴാണ് 48 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കുള്ള ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി ഇവിടെ 2 സ്ഥലത്ത് ×12 ചെയ്താൽ പോരെ. ഇവിടെ 4 × 12 ആണ് 48. അങ്ങനെയാണെങ്കിൽ 3 × 12 36 ലിറ്റർ മിൽക്കും അതേപോലെ തന്നെ 1 × 12 ലിറ്റർ വാട്ടറും ഉള്ളത്. നോക്കിയേ, വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടിയില്ലേ? ഇനി എന്താ റീപ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത് 10 liters of the mixture is taken out. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് ആൻഡ് വാട്ടർ ഹോമോജിനസ് മിക്സ്ചർ. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും ഇതേ ക്വാണ്ടിറ്റിയിലായിരിക്കും അത് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഇതേ റേഷ്യോയിൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്റുന്ന 10 ലിറ്റർ ആണെങ്കിൽ നമ്മളത് 3 അത് മാറാൻ നേരത്തെ എങ്ങനെ ആയിരിക്കും മാറുന്നത്? അതേ 3:1 റേഷ്യോയിലായിരിക്കും മാറുന്നത് മിൽക്ക് ആൻഡ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിൽക്ക് എത്ര ഉണ്ടായിരിക്കും, വാട്ടർ എത്ര ഉണ്ടായിരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പം മിൽക്ക് നോക്കി, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 4 × 2.5 ആണ് 10 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ×
2.5 1 ഇൻറ്റു 2.5 നമ്മൾ എപ്പോഴും അതൊന്ന് ചെക്ക് ചെയ്തോണം. അപ്പോൾ 3 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 7.5 ലിറ്റർ ആണ് മിൽക്ക് റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് 1 ഇൻറ്റു 2.5 2.5 ആൻഡ് രണ്ടുകൂടി ആഡ് ചെയ്ത് നോക്കിയിട്ട് 10 വരുന്നുണ്ടോ എന്ന്. രണ്ടും ആഡ് ചെയ്താൽ കറക്റ്റ് 10 വരുന്നുണ്ട്. 7.5 പ്ലസ് 2.5 10 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 10 ലിറ്റർ റീപ്ലേസ് ചെയ്താൽ നമ്മൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ മിൽക്കിൽ നിന്ന് 7.5 ലിറ്റർ റീപ്ലേസ് ആവുന്നുണ്ട്. ആൻഡ് നമ്മുടെ വാട്ടറിൽ നിന്ന് ഒരു 2.5 ലിറ്റേഴ്സ് റീപ്ലേസ് ആവുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള മിൽക്കും വാട്ടറും നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ 36ൽ നിന്നും നമ്മൾ 7.5 മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 28.5 ലിറ്റേഴ്സ് ബാക്കി വരും. 12.5 നിന്നും നമ്മൾ 2 മാറ്റിയ 10, 0.5 മാറ്റിയ 9.5 ലിറ്റേഴ്സ് നമുക്ക് ബാക്കി വരും. ഇനി അവസാനം എന്താ പറഞ്ഞേക്കുന്നത്, 20 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 20 ലിറ്റർ വാട്ടർ കൂടി ആഡ് ചെയ്യാം. 20 ലിറ്റർ വാട്ടർ ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ടോട്ടൽ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്ര വരും, 29.5 ലിറ്റേഴ്സ് വരും. അപ്പോൾ വാട്ടർ 29.5 ലിറ്റേഴ്സ്, മിൽക്ക് 28.5 ലിറ്റേഴ്സ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ആ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്, 29.5ഉം 28.5 ഡിഫറൻസ് എത്ര വരുന്നുണ്ട്, 1 ലിറ്ററിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ആണെങ്കിൽ ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ ഡി 1 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 1 ലിറ്റർ ആണ് നമുക്ക് അവിടെ വരുന്ന ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് ആൻസർ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ മിക്സ്ചർ ഓഫ് 60 liter of wine and water contains 20 liter of water. How much water should be added to the mixture so that the water will be 36% in the final mixture? അപ്പോൾ എഗെയിൻ നമുക്ക് ഇവിടെ ഒരു 60 ലിറ്റർ വൈൻ ആൻഡ് വാട്ടർ ഉണ്ട്. അപ്പോൾ 60 ലിറ്റർ വൈൻ ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 20% ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 60 ലിറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം. 60 ലിറ്റർ ഉണ്ട്, അതിൽ നമുക്ക് വൈൻ ആൻഡ് വാട്ടർ ആണുള്ളത്. ആൻഡ് ആ വൈൻ ആൻഡ് വാട്ടറിൽ 20% ആണ് നമ്മുടെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20% വാട്ടർ ആണെങ്കിൽ നമ്മുടെ വൈൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 80% ആയിരിക്കും. ആണെങ്കിൽ 80% വൈനും 20% വാട്ടറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം, 4:1 എന്ന് എടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 4:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൽ മിൽക്കും വൈനും വാട്ടറും എത്ര കാണും, 4 + 1 5. നേരത്തെ പറഞ്ഞ 5 × 12 ആണ് 60. അങ്ങനെയാണെങ്കിൽ 4 × 12ഉം 1 × 12ഉം. അങ്ങനെ 4 × 12 48 ലിറ്റർ നമുക്കവിടെ വൈൻ ആയിരിക്കും. ആൻഡ് നമുക്കവിടെ 12 ലിറ്റർ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു വാട്ടർ ആയിരിക്കും അതെന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ റിയൽ ക്വാണ്ടിറ്റീസ് ഒക്കെ കിട്ടി. ഓക്കെ, 48 ലിറ്ററും 12 ലിറ്ററും. ഇനി എന്താ പറയുന്നത്, ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ദ മിക്സ്ചർ സോ ദാറ്റ് ദി വാട്ടർ വിൽ ബി 36% ഇൻ ദി ഫൈനൽ മിക്സ്ചർ. അപ്പോൾ നമുക്കിവിടെ വൈൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല, വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് വാട്ടർ ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു 12 ആണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ 36% എന്തായിരിക്കണം, വാട്ടർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 36% നമുക്ക് വാട്ടർ ആയിരിക്കണം. അപ്പോൾ 36% നമുക്ക് ഈ പറഞ്ഞ വാട്ടർ ആണെങ്കിൽ നമ്മൾ എഗെയിൻ നേരത്തെ എടുത്ത പോലെ തന്നെ റേഷ്യോ ആംഗിളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 36% വാട്ടർ. അങ്ങനെയാണെങ്കിൽ ബാക്കി മിൽക്ക് നമ്മുടെ വൈൻ എത്ര ആയിരിക്കും, 64% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 64% എന്ന് പറയുന്നതായിരിക്കില്ല നമ്മുടെ 48 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ നേരത്തെ ഇവിടെ 18 40 4:1 എന്നാക്കിയ 18 20 4:1 ആക്കിയ പോലെ 64ഉം 36 ഒന്ന് ക്യാൻസൽ ചെയ്ത് നമുക്ക് അതിനെ ഒന്ന് സിമ്പിൾ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ എത്ര വരും, 16 നമ്മളതിനെ 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 16:9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ 16 എന്ന് പറയുന്നതാണ് എത്ര, നമ്മുടെ ഈ 48 ലിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ വൈൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വൈൻ നേരത്തെ 48 ഉണ്ടായിരുന്നു, ഇപ്പോഴും 48 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 16 എന്ന് പറയുന്ന റേഷ്യോയുടെ കറസ്പോണ്ടിങ് എന്ത് വരും, ആ 48 ലിറ്റർ വരും. ആണെങ്കിൽ നമുക്കറിയാം 16 ഇൻറ്റു നമ്മളെ 4 ചെയ്യും, 16 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ആ 48 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വാട്ടർ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ആ 9 ഇൻറ്റു 3 ചെയ്താൽ പോരെ. 9 ഇൻറ്റു 3 27 ലിറ്റേഴ്സ് നമ്മുടെ വാട്ടർ ഉണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നേരത്തെ വാട്ടർ എത്ര ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു. ഈ 12ന്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 27 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ എത്ര വരും, നമ്മൾ എന്ത് ആഡ് ചെയ്യുമ്പോഴായിരിക്കും 27 ആവുന്നത്, 15 ലിറ്റർ ആഡ് ചെയ്യുമ്പോഴല്ലേ, 12 + 15 ചെയ്യുമ്പോഴല്ലേ 27 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്യുന്ന ആ ഒരു വാട്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 15 ലിറ്റേഴ്സ് ആണ്. ഓപ്ഷൻ ബി 15 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ക്വസ്റ്റിനും ഏകദേശം ഒരേപോലെ ആയിരിക്കും. നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ SBIയുടെ ക്ലർക്കിന്റെ എക്സാംസിൽ കൂടുതലും നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് കൂടുതലും വന്നിരിക്കുന്നത്. ബിക്കോസ് വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് നോക്കി ഒരു ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ ക്വസ്റ്റിനാണ് കൊടുത്തേക്കുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ, നമ്മളെല്ലാം ബാലൻസിങ് ഓഫ് റേഷ്യോ ആണ് ചെയ്യുന്നതെങ്കിലും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ ക്വസ്റ്റൻ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 2:3. നമ്മുടെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഇനീഷ്യൽ റേഷ്യോ 2:3 ആണ്. ഇനിയോട് പറയുന്നത് ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4, രണ്ട് നമ്പർ 4 വെച്ച് ഇൻക്രീസ് ചെയ്താൽ ദ റേഷ്യോ ബിറ്റ്വീൻ ദി
ദം ബിക്കംസ് 5:7 ആണ് ഈ പുതിയ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:7. നമ്മുടെ ആ രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ ഒറിജിനൽ റേഷ്യോസും ആൻഡ് താഴെ കൊടുത്തേക്കുന്ന അതിന്റെ ന്യൂ അല്ലെങ്കിൽ ചേഞ്ച് വന്ന റേഷ്യോസും ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം റേഷ്യോ ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റേഷ്യോ ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് രണ്ടിനെ കൂടെ 4 ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ റേഷ്യോ ഇൻക്രീസ് ആയിട്ടുണ്ട്, പക്ഷേ ബാലൻസ് ആണോ എന്ന് നമുക്ക് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ 3ഉം 7ഉം കൂടി ഡിഫറൻസ് എടുത്ത് എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. പക്ഷേ 2ഉം 5 കൂടി ഡിഫറൻസ് എടുത്ത് എത്ര വരുന്നത്? 3 വരുന്നത്. പക്ഷെ രണ്ട് സൈഡിലും 4 അല്ല ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് 4 ഒരു സ്ഥലത്ത് 3 അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ആ റേഷ്യോ എന്തല്ല? ബാലൻസ്ഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോനെ ബാലൻസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബാലൻസിങ് ഓഫ് റേഷ്യോ. സോ ബാലൻസിങ് ഓഫ് റേഷ്യോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ ഒന്ന് ബാലൻസ് ചെയ്യാം. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന്. ഇവിടെ താഴത്തെ ഡിഫറൻസ് എടുക്കുക. താഴത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. മേളത്തെ ഡിഫറൻസ് എടുക്കുക. മേളത്തെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 കൊണ്ട് മേളത്തെ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4:6 എന്ന് വരും. ആ 1 കൊണ്ട് താഴത്തെ റേഷ്യോനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതേ 5:7 തന്നെ വരും. ഇനി റേഷ്യോ ബാലൻസ് ആയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ 6ഉം 7ഉം തമ്മിൽ 1ന്റെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 4ഉം 5ഉം തമ്മിലും 1ന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ റേഷ്യോ എന്തായിട്ടുണ്ട്? ബാലൻസ് ആയിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സ്ഥലത്തും ഒരേ വാല്യൂ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1 എന്ന് പറയുന്ന ആയിരിക്കണ്ടേ നമ്മുടെ ഇപ്പൊ ഈ കിട്ടിയ 1 എന്ന് പറയുന്ന ആയിരിക്കണ്ടേ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന ഇൻക്രീസ് ചെയ്യുന്ന 4 എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന 4 ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഒറിജിനൽ നമ്പർ 4 6 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് നമ്പറും കണ്ടുപിടിച്ചിട്ട് മൈനസിന്റെ ആവശ്യമില്ല. ഇത് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 അല്ലേ? അങ്ങനെ 1 എന്ന് പറയുന്ന 4 ആണെങ്കിൽ ആ ഡിഫറൻസ് 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 8 ആയിരിക്കണ്ടേ? അങ്ങനെ നമ്മുടെ ആൻസർ എന്തെന്ന് വരും? 8 എന്ന് വരും. ഓക്കെ, റേഷ്യോ ബാലൻസ് ചെയ്തു. അവർ ജസ്റ്റ് നമ്പേഴ്സ് എന്താണെന്നല്ല ചോദിച്ചിരുന്നത്, അവരുടെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരുന്നത്. ഇനി രണ്ട് നമ്പറും കണ്ടുപിടിച്ച ആൻസർ കണ്ടുപിടിക്കുന്നതിന് പകരം രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ ആൻസറും ശരിക്കുള്ള നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്ത് എടുക്കുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അതിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഈസ് 85 ലിറ്റർ ഓഫ് 85 ലിറ്റർ ഈസ് 11:6. അപ്പോൾ നമ്മൾ എത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന അതേ പാറ്റേൺ. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ 5:3? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു പോകാം. നിങ്ങൾക്ക് ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്ന ആൽക്കഹോളും അതുപോലെ തന്നെ വാട്ടറും ആണ് പറഞ്ഞേക്കുന്നത്. ഈ ആൽക്കഹോളും വാട്ടറിന്റെയും ടോട്ടൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് ഇനിഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് 11:6 എന്ന് പറഞ്ഞിട്ടുണ്ട്. 11:6 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 11 6 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 17 വരുന്നുണ്ട്. ആ 17 ആണ് അവർ എത്രയെന്ന് പറഞ്ഞേക്കുന്നത്? ഇനിഷ്യലി 85 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 17 × 5 ആണ് 85. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 11 × 5ഉം ഇവിടെ 6 × 5ഉം ചെയ്ത 11 × 5 55 ലിറ്റർ ആൽക്കഹോളും 6 × 5 30 ലിറ്റർ നമ്മുടെ വാട്ടറും ആയിരിക്കും ഉള്ളത്. ഇനി എന്താ ചോദിക്കുന്നത്? ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ്. അപ്പോൾ ആഡ് ചെയ്യുന്നത് എന്താ? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ദ റേഷ്യോ ഷുഡ് ബിക്കം എന്താണ്? പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണോ എന്ന് പറഞ്ഞേക്കുന്നത്? 5:3. ഇവിടെ നമുക്ക് ചുമ്മാ നോക്കി തന്നെ കാണാൻ പറ്റും ആൻസർ എന്താണ്. എന്താണ് ഈ 5നെയാണ് ഇവർ 55 എന്ന് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ആൽക്കഹോൾ ഒന്നും മാറുന്നില്ലല്ലോ, ആൽക്കഹോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ 5 എന്ന് പറഞ്ഞാൽ 55. നമുക്കറിയാം 5 × 11 ചെയ്യുമ്പോഴാണ് 55 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ 3 × 11 ചെയ്താൽ എത്ര വരും? 33 വരത്തില്ലേ? 3 × 11 ചെയ്താൽ നമുക്ക് 33 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 33 ലിറ്റർ ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദി ഫൈനൽ മിക്സ്ചർ. പക്ഷെ അതിൽ ഓൾറെഡി എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എച്ചിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ആ 30യുടെ കൂടെ 3 ലിറ്റേഴ്സ് കൂടി ആഡ് ചെയ്താലല്ലേ നമുക്ക് ഈ പറഞ്ഞ 33 ആവത്തുള്ളൂ. സോ ആൻസർ എത്ര വരും? നമ്മുടെ 3 ലിറ്റേഴ്സ് എന്ന ആൻസർ വരും. അത്രയേ ഉള്ളൂ. ആ 33 എന്ന് പറയുന്നത് നമ്മുടെ 30 പ്ലസ് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? 3 ലിറ്റേഴ്സ് ആയിരിക്കും. അഗൈൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒരു റേഷ്യോ എടുക്കുക, അതിനൊന്ന് ശരിക്കുള്ള ക്വാണ്ടിറ്റി എടുക്കുക, എന്താ ആഡ് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഫൈനൽ റേഷ്യോ എടുത്ത് കമ്പയർ ചെയ്യുക, ആൻസർ എടുക്കുക. ഓക്കെ, എപ്പോഴും ഇതേ ഒരു അപ്രോച്ച് തന്നെയാണ് യൂസ് ചെയ്ത് പോകേണ്ടത്. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 2 numbers are in the ratio 21:26. If 8 is added in each, the new numbers are in the ratio 5:6. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേ ബാലൻസിങ് ഓഫ് റേഷ്യോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ആദ്യം ഒന്ന് ബാലൻസ് ചെയ്ത് ആ ഒരു നമ്പേഴ്സ് ഒക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഇനിഷ്യൽ റേഷ്യോ 21:26. രണ്ടിലും 8 ആഡ് ചെയ്യുന്ന സമയത്ത് പുതിയ റേഷ്യോ 5:6. കണ്ടറിയാം റേഷ്യോ ബാലൻസ് അല്ല. എന്തുകൊണ്ട്? എന്തോ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന കണക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതവിടെ കുറയുന്ന കണക്കല്ലേ വരുന്നത്. ആഡ് ചെയ്ത റേഷ്യോ ഇൻക്രീസ് ആണോ? പക്ഷെ ആഡ് ചെയ്തിട്ട് ഇവിടെ റേഷ്യോ എന്തായി? കുറഞ്ഞു. 5:6 ആയി 21 ഉം 26 നിന്ന്. അപ്പോൾ ആ റേഷ്യോ ബാലൻസ് അല്ല. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ചെയ്യാം. സോ ഇവിടുത്തെ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 1 ആണ്. ആൻഡ് ഇവിടുത്തെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 - 1 5 ആണ്. സോ ബാലൻസിങ് ഓഫ് റേഷ്യോ. സോ ബാലൻസിങ് ഓഫ് റേഷ്യോ, നമ്മൾ ഈ റേഷ്യോസിനെ ഒന്ന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 × 21 21ഉം 26 വരും.
ആൻഡ് ആ 5 എടുത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 5 25 എന്നും ആൻഡ് 5 × 6 നമുക്ക് 30 എന്ന് വരും. ഇനി റേഷ്യോ ബാലൻസ് ആയും ചെക്ക് ചെയ്ത് നോക്കാം. 26ഉം 13 തമ്മിൽ 4ന്റെ വ്യത്യാസമുണ്ട്. ആൻഡ് 21 25 തമ്മിൽ എത്രന്റെ വ്യത്യാസമുണ്ട്? അതേ 4ന്റെ വ്യത്യാസമുണ്ട്. റേഷ്യോ ബാലൻസ് ആയി. ഇനി ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? 8 ആഡ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 4 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ 8 എന്ന് പറഞ്ഞ റിയൽ നമ്പർ. അപ്പൊ 4 എന്ന് പറയുന്ന 8 ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പേഴ്സ് ഈ 4 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ രണ്ട് നമ്പറിൽ നിന്ന് ഒറിജിനൽ നമ്പറിൽ നിന്ന് 4 മൈനസ് ചെയ്താൽ നമ്മുടെ റേഷ്യോ പുതിയ റേഷ്യോ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ റേഷ്യോ 21:26 ആണ് റേഷ്യോ. അപ്പോൾ ഒറിജിനൽ നമ്പേഴ്സ് എന്തായിരിക്കും? നമ്മുടെ 4ന്റെ ഇരട്ടി അല്ലേ 8 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പർ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻറ്റു 2 ചെയ്താൽ പോരെ. ഇപ്പൊ 21ന്റെ ഡബിൾ എത്ര വരും? 42 എന്നും വരും. ആൻഡ് നമുക്ക് 26ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എത്ര വരും? 52 എന്ന് വരും. സോ ദ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 42ഉം 52 ആണ് നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവർ പറയുന്ന അനുസരിച്ച് അവർക്ക് വേണ്ടിയത് പുതിയ റേഷ്യോ ആഫ്റ്റർ സബ്ട്രാക്ടിങ് 4 ഫ്രം ഈച്ച് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 42ഉം 52ൽ നിന്നും നമ്മൾ 4 വെച്ച് മൈനസ് ചെയ്ത രണ്ട് നമ്പറിൽ നിന്ന് നമ്മൾ 4 വെച്ച് മൈനസ് ചെയ്ത പുതിയ നമ്പേഴ്സ് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ നിന്ന് 38 എന്നും അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 48 എന്നും വരും. സോ ഫെർദർ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് 1 ആൻഡ് 19 എന്നും, ഇപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 19ൽ 2 ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് 24 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 19:24 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ ബാലൻസ് ചെയ്ത ഒറിജിനൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്ന കൂടാതെ അതിലൊരു ചെറിയ സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു നമ്പേഴ്സ് കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പേഴ്സ് കൂടി മൈനസ് ചെയ്തിട്ടുള്ള പുതിയ ന്യൂ റേഷ്യോ ആണ് ചോദിച്ചത്. ആൻസർ 19:24 എന്ന് വരും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബാലൻസിംഗ് ഓഫ് റേഷ്യോയുടെ ക്വസ്റ്റൻസ് നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ബാക്കിയുള്ളതൊക്കെ തന്നെ നമ്മുടെ മിക്സ്ചറിന്റെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ എ മിക്സ്ചർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഈസ് 8:1. If 18 liter of mixture is removed and 4 liters of water is added, then the quantity of milk is 24 liters more than that of water. Find the initial quantity of milk in the mixture എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഒരു മിക്സ്ചറിന്റെ അകത്ത് ആദ്യമേ മിൽക്കും വാട്ടറിന്റെ റേഷ്യോ 8:1 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? അവിടെ 18 ലിറ്റർ ഓഫ് മിക്സ്ചർ റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് 4 ലിറ്റർ ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 18 ലിറ്റർ മിക്സ്ചർ റിമൂവ് ചെയ്തിട്ട് 4 ലിറ്റർ വാട്ടർ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിൽക്കും വാട്ടറും തമ്മിൽ ഒരു 24 ലിറ്ററിന്റെ വ്യത്യാസമുണ്ട്. മിൽക്ക് 24 ലിറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി മിൽക്ക് എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു മിൽക്കും വാട്ടറിന്റെ ഇതൊന്നും എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി തന്നിട്ടില്ല. ടോട്ടൽ ക്വാണ്ടിറ്റി ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്ര തന്നിട്ടില്ല, അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? 8h എന്നും 1h എന്നും എടുക്കാം. നമ്മുടെ മിൽക്കും വാട്ടറിനെ 8h എന്നും 1h എന്നും എടുക്കാം. ഇനി ക്വസ്റ്റിനിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിൽ നിന്നൊരു 18 ലിറ്റർ റിമൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 18 ലിറ്റർ റിമൂവ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൽക്കും വാട്ടർ ഹോമോജനസ് മിക്സ്ചർ ആയതുകൊണ്ട് റിമൂവ് ചെയ്യുന്ന റേഷ്യോ നമ്മുടെ ഈ മിൽക്കും വാട്ടറിന്റെ റേഷ്യോ 8:1 ആണെങ്കിൽ 18 ലിറ്റർ റിമൂവ് ചെയ്താൽ 8 + 1 9 ആണ്. നമുക്കറിയാം 9 × 2 ആണ് 18. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഈ പറയുന്ന മിൽക്കും വാട്ടറിന്റെ ശരിക്കുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? 16ഉം 2ഉം ആയിരിക്കണ്ടേ? അപ്പോൾ 16 + 2 18. നമ്മുടെ 16:2 റേഷ്യോ അല്ലെങ്കിൽ 16 and 2 ലിറ്റേഴ്സ് ആയിരിക്കും അവിടെ മൈനസ് നമുക്കവിടെ കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിൽക്കിൽ നിന്ന് 14 ലിറ്റർ കുറയ്ക്കും. നമ്മുടെ വാട്ടറിൽ നിന്ന് 2 ലിറ്റർ കുറയും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ വാട്ടറിൽ 2 ലിറ്റർ ഈ പറഞ്ഞ 18 ലിറ്റർ മിക്സ്ചർ റിമൂവ് ചെയ്തു, പക്ഷെ 4 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ 4 ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം +4. ആൻഡ് ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇവർ തമ്മിൽ എത്രേന്റെ വ്യത്യാസമുണ്ട്? 24 ലിറ്ററിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അതിൽ മിൽക്ക് 24 കൂടുതലുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം മിൽക്ക് 24 കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് നമ്മുടെ മിൽക്ക്, ഈ സൈഡാണ് നമ്മൾ മിൽക്ക് എടുത്തേക്കുന്നത്, അപ്പുറത്തെ സൈഡ് നമ്മൾ വാട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പം മിൽക്ക് ഇങ്ങനെ ചെയ്ത 24 കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ 24 കൂടുതലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ 24 എവിടെ ഇട്ട് കൊടുക്കണം? നമ്മുടെ വാട്ടറിന്റെ സൈഡിൽ ഒരു 24 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് രണ്ടും എന്താ? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മുടെ ഇവിടെ മിൽക്ക് 24 ലിറ്റർ കൂടുതലാണെന്ന ക്വസ്റ്റിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ 24 ഇട്ട് കൊടുത്താൽ നമുക്ക് ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ആ എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? സുഖമായിട്ട് ആ മിൽക്കിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് കിട്ടും. എന്നിട്ട് മിൽക്ക് എന്ന് പറയുന്ന ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്ര ആയിരുന്നു? 8h ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടിയിട്ട് ഇൻറ്റു 8 ചെയ്താൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. അതിന്റെ ഉറപ്പായിട്ട് ആൻസർ എന്തായിരിക്കും? ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ലൈക്ക് ഇപ്പം 42 വരാൻ സാധ്യത കുറവാണ്. ഞങ്ങളുടെ അത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാം നോക്കി 8ന്റെ മൾട്ടിപ്പിൾ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് ഇനി ആൻസർ കണ്ടുപിടിക്കാം. സോ ഇവിടെ നിന്ന് ഈ 1h ഇപ്പുറത്ത് വന്ന് മൈനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് 7h എന്ന് വരും. ഈ 16 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് +16, ഇവിടെ -2 + 4 നമുക്കിവിടെ +2 എന്ന് വരും. 24 + 2 നമുക്ക് 26 എന്ന് വരും.
അങ്ങനെയാണെങ്കിൽ 16 പ്ലസ് 26 എന്ന് പറയുമ്പോൾ നമുക്ക് 20, 30, 40, 42 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 7h ഈക്വൽ ടു 42 ആണെങ്കിൽ h ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 42/7 നമുക്ക് 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരിക്കുള്ള മിൽക്കിന്റെ ഇനിഷ്യലി ഉണ്ടായിരുന്ന മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 8h ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 8 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 8 into 6 നമ്മുടെ ആൻസർ എന്തെന്ന് വരും? 48 ലിറ്റേഴ്സ് എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ ബി 48 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈസി ആയിട്ട് കിട്ടില്ല, വലിയ സ്റ്റെപ്പ് ഒന്നുമില്ല. 2 ലൈന്, മൂന്നാമത്തെ ലൈനിൽ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ആ 6 കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ 48 ആണ്, 6 into 8 48 ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം നമ്മൾ മിക്കവാറും വളരെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആൻഡ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇത്. നമ്മുടെ കഴിഞ്ഞ ഒരു 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ള SBIയുടെ ക്ലർക്കിന്റെ റേഷ്യോയിലെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഏകദേശം ചെയ്ത 9 ക്വസ്റ്റൻ ഉണ്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ 9th ക്വസ്റ്റൻ. ഈ 9 ക്വസ്റ്റനിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 6 ക്വസ്റ്റൻ, 5 തൊട്ട് 6 ക്വസ്റ്റൻ എന്തായിരുന്നു? കംപ്ലീറ്റ്ലി മിസ്റ്ററിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നുണ്ടായിരുന്ന ഒരു 3 ക്വസ്റ്റനിൽ 2 ക്വസ്റ്റൻ ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ ക്വസ്റ്റൻ ആയിരുന്നു. എൻ്റെ അവസാനത്തെ ഇത് സ്റ്റുഡൻസ്, ബോയ്സ്, ഗേൾസ്. പക്ഷേ അഗെയിൻ ബോയ്സും ഗേൾസ് എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്? മിസ്റ്റർ തന്നെയാണ്. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ്, ബോയ്സ്, ഗേൾസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ പോലെ തന്നെയാണ്. സോ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റൻസ് മിസ്റ്റർ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഇനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മിസ്റ്ററിന്റെ ക്വസ്റ്റൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റൻ കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ സ്കൂൾ ഈസ് boys and girls in a school of 108 students is 27:29 എന്ന് പറഞ്ഞിട്ടുണ്ട്. Some girls and 9 new boys are admitted to the school, which makes the ratio 56:59. Find the number of girls admitted to the school. ഓക്കെ, എന്താ പറയുന്നത്? ആദ്യമേ സ്കൂളിൽ ബോയ്സും ഗേൾസിന്റെ റേഷ്യോ 27:29 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് 1008 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ മൊത്തം 108 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 108 സ്റ്റുഡൻസിൽ നമ്മുടെ ഗേൾസ് ടു ബോയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ ഓർഡറിൽ തന്നെ നമുക്ക് അതിനെ എടുക്കാം. സോ ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഗേൾസും ബോയ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഗേൾസും ബോയ്സിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് നമുക്ക് 27:29 എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ അവസാനത്തെ റേഷ്യോ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവസാനത്തെ റേഷ്യോ നമുക്കത് 50s തന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 27:29 ഡബിളിന്റെ ഒരു ഡബിൾ, അറൌണ്ട് ഡബിൾ ആണ് തന്നേക്കുന്ന റേഷ്യോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ 27:29 ഡബിൾ ആക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 27 ഡബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 54 എന്ന് വരും. ആൻഡ് നമ്മൾ ജസ്റ്റ് ആ റേഷ്യോ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ മറ്റേതും ഈ പറഞ്ഞ 50s റേഞ്ചിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ 29 ഡബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 58 എന്ന് വരും. ശരി, അപ്പോൾ ഇതാണ് ഇനിഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54ഉം 58 കൂടി ആഡ് ചെയ്താൽ 112 എന്ന് വരും. ആൻഡ് 112 എന്ന് പറയുന്നതാണ് നമുക്ക് എത്രയും തന്നേക്കുന്നത്? ആ 1008 സ്റ്റുഡൻസ് എന്ന് തന്നേക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 112 into 10 ചെയ്താൽ ശരിയാകത്തില്ല. അപ്പോൾ 112 into 9 ചെയ്താൽ 2 into 9 കറക്റ്റ് അവസാനം 8ഉം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 112 into 9 ചെയ്യുമ്പോഴാണ് 1008 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ഈ ബോയ്സും ഗേൾസും കണ്ടുപിടിക്കാൻ വേണ്ടി, ഓക്കെ, ശരിക്കുള്ള ഈ ബോയ്സും ഗേൾസും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഈ 2 വാല്യൂസിനെ into 9 ചെയ്താൽ പോരെ. ശരിക്കുള്ള ബോയ്സും ഗേൾസും കിട്ടത്തില്ലേ? ആദ്യം ഉണ്ടായിരുന്ന ബോയ്സും ഗേൾസും. അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാം. പക്ഷെ അത് ചെയ്യാതെ തന്നെ ആക്ച്വലി ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അതൊന്നും ചെയ്തേക്കാം ചുമ്മാ. ഇപ്പോൾ 54 into 9 എന്ന് പറയുമ്പോൾ 540 - 9. 540 - 9 എന്ന് പറയുമ്പോഴത്തേനും നമുക്കത് 540 - 54. 540 - 54 എന്ന് പറയുമ്പോൾ നമുക്കത് 540 - 54 നമുക്കത് 486 എന്ന് വരും. 486. ആൻഡ് 58 into 9. അപ്പോൾ 580 - 58. 580 - 58 നമുക്കത് 522 എന്ന് വരും. അപ്പോൾ ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ബോയ്സും ഗേൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ കൂടെ എത്ര ഗേൾസ് ആഡ് ചെയ്യാവുന്നുണ്ട് നമുക്കറിയില്ല എത്ര ഗേൾസ്. സോ പ്ലസ് എക്സ് ഇടാം. ആൻഡ് ബോയ്സ് 9 ആണ് ആഡ് ആവുന്നത്. ആൻഡ് ദ ന്യൂ റേഷ്യോ ബിക്കംസ് നമുക്കവിടെ തന്നേക്കുന്നത് 56:59 എന്നാണ് തന്നേക്കുന്നത്. 56:59. ഇനി നമുക്ക് ആക്ച്വലി ഈ പറയുന്ന വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ആൻസർ എടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുന്ന കാണിച്ചു തരാം ഇവിടെ നിന്ന്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നമുക്ക് ഇവിടെ 54ഉം 58ഉം ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 4 എന്ന് പറയുന്നത് ഈ റേഷ്യോസ് ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ വരും. ഇവിടെ വ്യത്യാസം 4. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടുത്തെ വ്യത്യാസം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 486ഉം 522ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 22ഉം 14ഉം 32 36 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4 എന്ന് പറയുന്നതല്ലേ ഈ 36.
അങ്ങനെയാണെങ്കിൽ ഇത് ബാലൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നമുക്ക് നേരത്തെ 112 ഇൻറ്റു 9 ചെയ്തപ്പോൾ 1008 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 4 ഇൻറ്റു 9 ചെയ്യുമ്പോഴാണ് ആ 36 വരുന്നത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 4 ഇൻറ്റു 9 ചെയ്താൽ എന്ത് വരുന്നുണ്ട്? കറക്റ്റ് 36 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 36 സ്റ്റുഡൻസിന്റെ വ്യത്യാസമുണ്ട് ബോയ്സും ഗേൾസും കൂടി ചേർത്ത്. അങ്ങനെയാണെങ്കിൽ ഇനി ആ റേഷ്യോ അപ്പം ഇവിടെ ഓൾറെഡി ഇത് ബാലൻസ് ആക്കിയാൽ തന്നേക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്ത് ആൻസർ എടുക്കാം. നമുക്ക് ഈ 54ഉം 56ഉം തമ്മിൽ എത്രേന്റെ ഡിഫറൻസ് ഉണ്ട്? ഒരു 2ന്റെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു 522ഉം നമുക്ക് ഇവിടുത്തെ 58ഉം ഈ 59ഉം അത് തമ്മിൽ 1ന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 എന്ന് പറയുന്നത് 36, 4 ഇൻറ്റു 9 ആണ് 36. ഈ 1ഉം നമ്മൾ ഈ പറയുന്ന നേരത്തെ ബോയ്സും ഇപ്പോഴത്തെ ബോയ്സും തമ്മിൽ എത്രന്റെ വ്യത്യാസമുള്ളൂ? 9ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന 1 ഇൻറ്റു അതേ 9 ചെയ്യുമ്പോഴല്ല 9 വരുന്നത്. നോക്കി എല്ലാം കറക്റ്റ് ഇൻറ്റു 9 ചെയ്യുമ്പോൾ തന്നെ വരുന്നത്. എന്ന് പറഞ്ഞാൽ റേഷ്യോസ് എന്താണ്? ക്ലിയർലി ബാലൻസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 എത്ര നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇൻറ്റു 9 ചെയ്താൽ എത്ര വരും? 18 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഗേൾസ് ഈ പറഞ്ഞ എക്സ്ട്രാ അഡ്മിറ്റ് ചെയ്ത ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ഗേൾസ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ആ ഓരോ സ്റ്റെപ്പിലും റേഷ്യോ ബാലൻസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി നമുക്ക് ഈ പറഞ്ഞ ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇ 18 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റൻ ആണെന്ന് പറയാം. ഓക്കെ, വലിയ സ്റ്റെപ്സ് ഒന്നും ഇല്ല, നമുക്ക് അവിടെ ചെറിയ സ്റ്റെപ്സേ ഉള്ളൂ. ഒരു 3-4 നമ്പേഴ്സിനൊന്ന് എടുത്തെഴുതുന്നുണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ്, ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ബാലൻസ് ചെയ്ത് മാത്രം എടുത്തേ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴും നമ്മളവിടെ ഇക്വേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. യൂഷ്വലി എല്ലാ ബുക്സിലും എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇക്വേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇക്വേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് റേഷ്യോ ബാലൻസ് ചെയ്തെടുത്തില്ല. നിങ്ങൾക്കറിയാം ഈ ഒരു ഫുൾ ക്വസ്റ്റിൻ്റെ അകത്ത് മൊത്തം നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് അങ്ങനെ ഫോം ചെയ്തില്ല. ഒരു ക്വസ്റ്റിൻ്റെ മാത്രമേ നമ്മൾ എക്സ് ഇട്ടിട്ട് 2 സൈഡിലും ഇട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്തുള്ളൂ. അതും പക്ഷേ 2 സ്റ്റെപ്പിൽ തന്നെ ആൻസർ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരുപാട് സ്റ്റെപ്സ് ഒന്നും വരാതെ തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ റേഷ്യോ പ്രപ്പോർഷനിൽ നമ്മുടെ SBI ക്ലർക്കിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് എക്സാമിൽ SBI ക്ലർക്കിൽ ഒരു ഷിഫ്റ്റിൽ റേഷ്യോ നിന്ന് ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത്. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ റേഷ്യോ ആൻഡ് മിസ്റ്റർ ആയിരിക്കും നമുക്ക് വരുന്നത്. റേഷ്യോ പ്രൊപ്പോർഷൻ ആൻഡ് മിസ്റ്റർ അലിഗേഷന്റെ കൺസെപ്റ്റോട് ചേർത്തുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും കറക്റ്റ് ഒരു ഏകദേശം ഒരു 9 ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. SBI ക്ലർക്കിന്റെ മാത്രം എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു 9 ക്വസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഞാൻ നേരത്തെ സെഷൻസിൽ പറഞ്ഞിട്ടുള്ള തന്നെ 2 വട്ടമെങ്കിലും നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിൽ പോകുക. ആൻഡ് ഇത് കൂടാതെ തന്നെ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഇനി കാണുന്ന സമയത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് വരാൻ പോകുന്ന എക്സാംസിൽ ഉറപ്പാണ് മിസ്റ്ററിന്റെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ക്വസ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഇത് കൂടാതെ തന്നെ മുമ്പുള്ള പെർസെൻറ്റേജിന്റെയും സിംപ്ലിഫിക്കേഷൻ്റെയും ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ സെർച്ച് ചെയ്യുന്നേക്കാളും എളുപ്പം പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ്റെ മാത്രം പ്ലേലിസ്റ്റും പെർസെൻറ്റേജിൻ്റെ മാത്രം പ്ലേലിസ്റ്റും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ചെയ്ത് നോക്കാം. അവിടെ നിന്ന് എടുത്തിട്ട് ഒരുമിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷനിൽ ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു സെഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി സെഷൻ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഫ്യൂച്ചറിൽ IBPS RRBയുടെ ഒക്കെ ക്വസ്റ്റൻസ് ഒക്കെ ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അത് എനിക്കും ചെയ്യാനൊരു മോട്ടിവേഷൻ ആയിരിക്കും ഡെഫിനറ്റ്ലി. അപ്പോൾ താങ്ക് യു. ആൻഡ് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനിയുള്ള സെഷൻസും വീഡിയോസും മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉടനെ തന്നെ പെർസെൻറ്റേജും സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബാക്കിയുള്ള കംപ്ലീറ്റ് ആയുള്ള ഏരിയാസിലെ ക്വസ്റ്റൻസ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിമൈനിങ് ടോപ്പിക്സുമായിട്ട് ഇവിടെ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.